1985 ഫിലിപ്പീൻസിലെ പൊടി നിറഞ്ഞ ചെറിയ ഒരു പട്ടണമായ കിബാവയിൽ ഒരു കൊച്ചുകുട്ടി ചെളിയുള്ള തെരുവിലൂടെ നഗ്നപാതനായി ഓടുകയാണ്. അവന്റെ പേര് ഇമ്മാനുവൽ. അവനെ അങ്ങനെയല്ല വിളിച്ചിരുന്നെങ്കിലും മാന്നി എന്നാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. വലിയ കണ്ണുകളും വിശക്കുന്ന വയറുമുള്ള ഒരു മെലിഞ്ഞ കുട്ടി. കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും നിറഞ്ഞ ഒരു വീട്ടിലല്ല മന്നി വളർന്നത്. മഴ പെയ്യുമ്പോൾ മേൽക്കൂര ചോർന്നൊലിക്കും. തറ വെറും മണ്ണായിരുന്നു. മിക്ക രാത്രികളിലും എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ ഒരാൾക്ക് പോലും. അത്താഴത്തിനായി അച്ഛന് തൻ്റെ വളർത്തുനായിയെ കൊല്ലേണ്ടി വന്നു. അത് അവനെ ആകെ തകർത്തു കളഞ്ഞു. ആ ദിവസം അവനൊരു പ്രതിജ്ഞ എടുത്തു. ഇനി ഒരിക്കലും വിശക്കേണ്ടി വരരുത്. എൻ്റെ കുടുംബം ഒരിക്കലും പട്ടിണി കിടന്ന് ഉറങ്ങാൻ പാടില്ല. അവൻ വീട് വിട്ടിറങ്ങി. കാർഡ്ബോർഡ് പെട്ടികളിൽ ഉറങ്ങി. തുച്ഛമായ ഉപജീവനത്തിനായി തെരുവുകളിൽ റൊട്ടി വിറ്റു. പക്ഷേ അതൊരിക്കലും മതിയായിരുന്നില്ല. സ്കൂൾ പഠനം ഉപേക്ഷിച്ച ശേഷം അമ്മാവനായ സഡോ മെജിയ ബോക്സിംഗിലേക്ക് മന്യയെ പരിചയപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച ബോക്സർമാരിൽ ഒരാളാകാൻ പാക്കിയാവിനെ അപ്രതീക്ഷിതമായ ഒരു അഭിനിവേശവും പ്രചോദനവും ഉണർത്തിയ ഒരു നിമിഷമുണ്ട്. 1990 ഫെബ്രുവരി 11 രാത്രിയിൽ തൻ്റെ അമ്മാവനോടൊപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ ബോക്സിംഗ് മത്സരം കാണുകയായിരുന്നു. ഉരുക്കു മനുഷ്യനായ മൈക്ക് ടൈസനെ ജെയിംസ് ബസ്റ്റർ ഡഗ്ലസ് തൻ്റെ ഹുക്കുകൾ കൊണ്ട് നോക്കൌട്ട് ആക്കിയ നിമിഷം എന്നേക്കുമായി മന്യയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു അനുഭവമായി അത് മാറി. ആ സമയത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അദ്ദേഹം ബോക്സിംഗും ഉപയോഗിക്കുകയായിരുന്നു. $2 വേണ്ടി റിങ്ങിലിറങ്ങി മത്സരിച്ചു. വലിപ്പം കുറവായിരുന്നതിനാൽ മന്യയെ പല ബോക്സിംഗ് ക്ലബ്ബുകളും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. താമസിയാതെ അദ്ദേഹം മനിലയിലേക്ക് താമസം മാറ്റി. ബോക്സിംഗ് മത്സരങ്ങളിൽ വിജയിക്കുന്നത് തുടർന്നു. പക്ഷേ ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ അതിജീവിക്കാൻ പര്യാപ്തമായ വരുമാനം ലഭിച്ചില്ല. താമസിയാതെ ഒരു പ്രാദേശിക ജിമ്മിൽ പൂന്തോട്ട പരിപാലനം, വൃത്തിയാക്കൽ, നിർമ്മാണം എന്നിവയിൽ ഏർപ്പെടുകയും ഒപ്പം ബോക്സിംഗ് നടത്തുകയും ചെയ്തു. തുരുമ്പിച്ച ഉപകരണങ്ങളുള്ള ചെറിയ ജിമ്മുകളിൽ അവൻ പരിശീലനം നേടി. അവൻ പോരാടി. എല്ലാ ദിവസവും, വലിയ വേദികളിലല്ല, ജീവിതത്തിൽ. സാധ്യമാകുമ്പോഴെല്ലാം പകലും രാത്രിയും മുഴുവൻ അവൻ ഭ്രാന്തമായി പരിശീലനം നടത്തി. ഏറ്റവും നേരത്തെ ഉണർന്ന് പരിശീലിച്ചു. മാന്യയുടെ ആദ്യത്തെ ബോക്സിംഗ് ഗ്ലൗസുകൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചത്. പഴയ വസ്ത്രങ്ങൾ നിറച്ച ഒരു ചാക്കായിരുന്നു അവന്റെ പഞ്ചിങ് ബാഗ്. പക്ഷേ അവന്റെ പഞ്ചുകൾ അവയ്ക്ക് പ്രത്യേകതകളുണ്ടായിരുന്നു. വേഗതയും ശക്തിയും തീയുമായിരുന്നു അവന്റെ പഞ്ചുകൾ. 16 വയസ്സുള്ളപ്പോൾ അവൻ പ്രൊഫഷണലായി പോരാടാൻ തുടങ്ങി. പ്രശസ്തിക്ക് വേണ്ടിയല്ല, ബെൽറ്റുകൾക്ക് വേണ്ടിയായിരുന്നില്ല, ഭക്ഷണത്തിന് വേണ്ടി. ജയിക്കുന്ന ഓരോ മത്സരത്തിനും വീട്ടിലേക്ക് പണം അയക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പിന്നെ തൻ്റെ സ്വപ്നങ്ങൾക്കും. പതുക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെരുപ്പില്ലാത്ത കുട്ടിയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ആളായി മാറി. അവൻ മിന്നൽ പോലെ നീങ്ങി. അവൻ ഇടിമുഴക്കം പോലെ റിങ്ങിൽ ഇടിച്ചു കയറി. ഓരോ പഞ്ചും പ്രതിസന്ധികളെ തകർക്കുന്നതായി കരുതി അവൻ പോരാടി. കാരണം മാനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പോരാട്ടവും അവൻ്റെ എതിരാളിയെക്കുറിച്ചല്ല, അവൻ്റെ ഭൂതകാലത്തിൻ്റെ വേദനയെക്കുറിച്ചായിരുന്നു. അവൻ്റെ കുട്ടിക്കാലത്തെ വിശപ്പ്, അവൻ്റെ സഹോദരങ്ങൾക്ക് അവൻ നൽകിയ വാഗ്ദാനം. അവൻ നിർത്തിയില്ല. പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ മാന്നി പാക്യാവും കൂടുതൽ പ്രശസ്തനാകാൻ തുടങ്ങി. ദക്ഷിണ കൊറിയൻ, ജപ്പാൻ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോരാളികളെ തോൽപ്പിച്ച അദ്ദേഹം 19 വയസ്സുള്ളപ്പോൾ തന്നെ അക്കാലത്ത് ലോക ബോക്സിംഗ് കൗൺസിൽ WBC വേൾഡ് വെയ്റ്റ് ഫ്ലൈ വെയ്റ്റ് ചാമ്പ്യനായിരുന്ന ചാച്ചായി സസാഗുലിനെ തോൽപ്പിച്ച് തന്റെ ആദ്യത്തെ ലോക ചാമ്പ്യൻ കിരീടം നേടി. ടെക്സാസിലെ അൽമോഡയിൽ ലോകോത്തര ഫെദർ വെയ്റ്റ് ബോക്സർ മാർക്കോ അന്റോണിയോ ബാരേരയെ ഒരു ടെക്നിക്കൽ നോക്കൌട്ടിലൂടെ പരാജയപ്പെടുത്തിയതാണ് പാക്കിയായോയുടെ വഴിത്തിരിവ്. ആ പോരാട്ടത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഒരു ശക്തിയായി അംഗീകരിക്കപ്പെട്ടു. മെയ് 2, 2015 മേവെതറുമായുള്ള ഒരു മത്സരത്തിൽ നിന്ന് മാത്രം അദ്ദേഹം 1250 കോടി രൂപ വരുമാനമുണ്ടാക്കി. ഇന്ന് അദ്ദേഹം ഏറ്റവും ആദരണീയനായ ബോക്സർമാരിൽ ഒരാളാണ്. മേവെതറുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഫിലിപ്പീൻസിലും ലോകമെമ്പാടുമുള്ള നിരവധി ബോക്സിംഗ് ആരാധകരുടെ ഹൃദയം അദ്ദേഹം ഇപ്പോഴും കീഴടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതുല്യമായ കഥ പുതിയതായി പ്രൊഫഷണൽ ബോക്സിംഗ് റിംഗിലേക്ക് കടന്നു വരുന്ന ഏവർക്കും പ്രചോദനമാണ്. വേൾഡ് ബോക്സിംഗ് കൗൺസിൽ, WBA, IBF, WBO എന്നിവയുടെ മേജർ ടൈറ്റിലുകളിൽ പല വെയ്റ്റ് വിഭാഗങ്ങളായി 8 ലോക കിരീടങ്ങൾ അദ്ദേഹം നേടി. ഫിലിപ്പീൻസ് സെനറ്ററായും രാഷ്ട്രീയ നേതാവായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2022 ഫിലിപ്പീൻസ് പ്രസിഡന്റായും മത്സരിച്ചു. ഇത് ഏതൊരു സാധാരണ ബോക്സറിനും കഴിയാത്ത രാഷ്ട്രീയ വളർച്ചയാണ്. അദ്ദേഹത്തിന്റെ മാന്നി പാക്കിയോ ഫൗണ്ടേഷൻ മുഖേന വായ്പയില്ലാത്ത വീടുകൾ, ആരോഗ്യ സഹായങ്ങൾ, വിദ്യാഭ്യാസം എന്നിവ ഒരുപാട് ആൾക്കാരിലേക്ക് നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഒരു ബോക്സറും ഒരിക്കലും നേടാത്ത നേട്ടം. ദാരിദ്ര്യമല്ല, കഠിനാധ്വാനവും വിശ്വാസവുമാണ് വിജയം നിർണ്ണയിക്കുന്നത് എന്നാണ്
മാന്നി പാക്കിയാവ് എന്ന ലെജൻഡ് ബോക്സറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്.